ബെനീസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലനിരകളിലൊന്നായ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ആദ്യമേ കവർ ചെയ്തത് ഇല്ലിക്കല്ലാണ്. ഇല്ലിക്കല്ല് നമ്മൾ 8 മണിക്ക് മുമ്പേ വന്നു. ഇല്ലിക്കല്ല് തുറന്നിരുന്നില്ല. 8:15 അവർ തുറന്നത്. അപ്പോൾ രാവിലെ കയറി എല്ലായിടം കണ്ടു. രാവിലെ ഇവിടെ കോടമഞ്ഞ് അങ്ങനെ കാണത്തില്ല. അപ്പോൾ രാവിലെയാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള അന്തരീക്ഷം. അപ്പോൾ നമുക്ക് ഈ മലമുകളിൽ കയറിയാൽ എല്ലായിടവും കാണാൻ പറ്റുന്ന ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്താണ്. അപ്പോൾ നമ്മൾ ഇല്ലിക്കല്ല് കണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ 11 കിലോമീറ്ററേ ഉള്ളൂ ഈ ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. മേലുകാവ് ആണ് ഈ ഭാഗത്ത് സ്ഥലപ്പേര്. ആ വഴിയിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ആ പ്രദേശം മുഴുവൻ നമുക്ക് ഈ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. തിരിച്ച് നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ്. ഈ ഭാഗം വന്നപ്പോഴത്തേനും റോഡൊക്കെ നല്ല ഒരു PMBC ടാറിങ്ങിൻ്റെ ഇതാണ്. BC ടാറിങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ലെവലുള്ള ടാറിങ്ങാണ്. ഇവിടെയൊക്കെ കുറച്ച് ബസ്സുകളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങോട്ട് അടുക്കാറായി. നമ്മളിവിടുത്തെ ഈ ചെറിയ തടാകം കാണണമെങ്കിൽ ഇവിടെ നിർത്തി കാണണം. ഇതാണ് അതിൻ്റെ ഒരു പോയിൻ്റ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലത്തെയാണ് പൂഞ്ചിറ എന്ന് പറയുന്നത്. റൈറ്റിലൊരു വെള്ളക്കെട്ട് കാണാം. നമ്മൾ പതിയെ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണാം മുഴുവൻ കല്ലാണ്. അതിൻ്റെ മുകളിലൊന്നും വലിയ മരങ്ങളൊന്നും ഇല്ല. എല്ലാം ഈ ചെറിയ തെരുവയും അതുപോലെയൊക്കെയുള്ള മരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇടതുവശത്ത് കാണുന്നത്. വലത് ഭാഗത്ത് പക്ഷേ തെങ്ങും കുറച്ചുകൂടെ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള ട്രെക്കിങ് തുടങ്ങുന്ന സ്ഥലത്തെത്തി. നമ്മുടെ വണ്ടി ഇവിടം വരെ വരത്തുള്ളൂ. ഇവിടെ ഞങ്ങളിറങ്ങി വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് മുകളിലൊരു 3/4 ഭാഗം വരെ. ഒരു ജീപ്പിന് 500 രൂപയാണ്. ഞങ്ങൾ കൂടുതലുള്ള എല്ലാവരും നല്ല നടക്കാൻ ഹെൽത്തുള്ളവരായതുകൊണ്ട് നടക്കാമെന്ന് വെച്ചു. ഞാനും കൂടെ നടന്നു. ഇത് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഭാഗത്തേക്കുള്ള വഴി കാണാം. ഇത് തൊടുപുഴ, കാഞ്ഞാറ്, മുട്ടം, ഇടുക്കി, വാഗമൺ ആ റൂട്ടിലേക്കാണ്. പക്ഷെ വാഗമണിലേക്കുള്ള ഈ വഴി, ഇവിടുത്തെ വഴി കാറൊക്കെ പോവുള്ളൂ. ഞങ്ങൾ വന്ന ട്രാവലർ പോകത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇതിലൂടെ പോയി പുള്ളിക്കാരൻ എസ്റ്റേറ്റ് വഴി വാഗമൺ പോകണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിലൂടെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. വാഗമണിന് പോയത് നമ്മൾ വന്ന ഭാഗമാണെങ്കിൽ പാല, ഈരേറ്റുപേട്ട ആ ഭാഗത്താണ്. ഇത് മറ്റേ സൈഡാണ്. തൊടുപുഴ, ഇടുക്കി, മുട്ടം ആ റൂട്ടാണത്. ഇത് നമ്മളെ വ്യൂ പോയിന്റിലേക്കുള്ള ഇവിടുന്ന് പതിയെ കയറുവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നാണ് മുകളിലോട്ട് കയറി. ഇവിടുന്ന് ജീപ്പുണ്ട്. ഇതാണ് ജീപ്പ്. ജീപ്പിൽ 500 രൂപയാണ്. ഈ ഓഫ് റോഡ് ജീപ്പ് ജേർണി എന്ന് പറയുന്നത് നമ്മൾ ഓഫ് റോഡ് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇരിക്കുന്നവൻ്റെ ഇടപാട് തീരും. ഒരു കാലം അടുത്ത കാലയിലേക്ക് എടുത്തിട്ട് കുലുക്കി യാത്ര ചെയ്യുന്നത്. അതും ആ ഫ്രണ്ടിലത്തെ മുന്നോട്ട് തിരിഞ്ഞുള്ള റോയിൽ യാത്രാ സൗകര്യമുണ്ട്. ചില ജീപ്പുകൾക്കൊക്കെ 2 റോയുണ്ട് മുന്നോട്ട് തിരിഞ്ഞുള്ള. ഈ അന്യോന്യം തിരിഞ്ഞിരിക്കുന്ന ബാക്ക് സൈഡിലത്തെ ആൾക്കാർക്കാണ് ഈ ട്രക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെ എല്ലാം മുട്ടക്കുന്നുകളാണ്. അതിൽ മുഴുവൻ ഇങ്ങനെ ഈ തെരുവ് ഉണ്ടായി ഇങ്ങനെ പോലെ നിപ്പുണ്ട്. നമ്മൾ നവംബർ മാസം പോകുന്നുണ്ട്. ഒക്ടോബർ അവസാനം ആയതുകൊണ്ട് മുഴുവൻ ഈ
പിന്നെ മഴക്കാലത്ത് കിളിർത്ത് ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരുമാതിരി വളർച്ചയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇവിടുത്തെ തെരുവയൊക്കെ. അപ്പം നമ്മൾ പോകുന്ന ഈ കുന്നുകളിൽ നിറയെ തെരുവക്കാടുകളാണ്. ഇവിടെ കുറച്ച് ഇങ്ങോട്ട് കയറി ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടെ കുറച്ച് ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഇത് അങ്ങോട്ട് കുത്തുകയറ്റമാണ്. നമുക്ക് ഈ അങ്ങോട്ട് കയറുന്ന ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും നിന്ന് നമ്മൾ താഴ്വരയിനെ കാണാനുള്ള അവസരമുണ്ട്. നല്ല വ്യൂ പോയിൻ്റാണ്. മുകളിലോട്ട് കയറും തോറും നല്ല നല്ല വ്യൂസാണ്. പനോരമിക് കാഴ്ചകൾ, നിഗൂഢമായ ഇതിഹാസങ്ങൾ, ട്രെക്കിംഗ് പാതകൾ, ഊർജ്ജസ്വലമായ മൺസൂൺ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന സമർത്ഥമായ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹര താഴ്വരയാണ് ഈ ഇലവീഴ പൂഞ്ചിറ. മേഘങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറയിലെ നിഗൂഢവും അതീന്ദ്രിയവുമായ താഴ്വര കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച പിക്നിക് സ്ഥലങ്ങളിലൊന്നാണ്. ഈ മലമുകളിൽ ആകെയുള്ളത് കേരള പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെൻ്ററാണ്. ഞങ്ങളുടെ കൂടെയുള്ള ശ്രീ മാത്യു കുര്യൻ പോലീസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് CA ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ പുള്ളി ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ വഴികളെല്ലാം അദ്ദേഹത്തിന് നല്ല പരിചിതമാണ്. ടൂറിസ്റ്റുകൾ മലയിറങ്ങിയാൽ ഈ കമ്മ്യൂണിക്കേഷൻ സെൻ്ററിലെ സ്റ്റാഫുകൾ മാത്രമാണ് ഈ മലയിലുണ്ടാകുക. ഇടിയും മഴയൊക്കെ അതിജീവിച്ച് മഴക്കാലത്തൊക്കെ ഇവിടെ ജോലി ചെയ്ത കഥകൾ ഞങ്ങളുടെ മലകയറ്റം എളുപ്പമാക്കി. ഞങ്ങൾ ആ കഥകൾ കേട്ടാണ് മുകളിലേക്ക് പോയത്. ഒരിക്കലും ഒരാളെ ഈ കുന്നിൽ വെച്ച് പാമ്പ് കടിച്ചിട്ട് കസേരയിൽ ചുമന്നാണ് പോലും താഴെ ഇറക്കിയത്. ആയിരക്കണക്കിന് ഏക്കറുകളിൽ പരന്നു കിടക്കുന്ന സ്വപ്നസമാനമായ താഴ്വരയാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയത്തു നിന്ന് ഏതാണ്ട് 55 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്ററും അകലെയാണ് ഇത്. താഴ്വരയ്ക്ക് കാവൽ നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ ഓരോന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിലാണ്. മാൻകുന്ന്, കൊടയത്തൂർമല, തോണിപ്പാറ എന്നിവയാണ് ഇവിടുത്തെ 3 കുന്നുകൾ. മാന്ത്രിക സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇലവീഴ പൂഞ്ചിറ എന്ന പേരിൻ്റെ അർത്ഥം ഇലകൾ വാടിപ്പോവുകയോ വീഴുകയോ ചെയ്യാത്ത പൂക്കളുടെ കുളമെന്നാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നത് ചിലർ പറയുന്നത് ഈ ചിറ മരങ്ങളില്ലാത്ത മൊട്ടക്കുന്നുകൾക്കിടയിൽ രൂപപ്പെട്ട ചെറിയ തടാകമായതുകൊണ്ട് ഇലയൊന്നും വീഴാനില്ല എന്നും, എന്നാൽ മറ്റു ചിലർ പറയുന്നത് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊട്ടക്കുന്നുകൾക്കിടയിൽ രൂപപ്പെട്ട ചെറിയ തടാകമായതുകൊണ്ട് ഇവിടെ അടിക്കുന്ന കാറ്റിൻ്റെ തീവ്രത കാരണം ചെടിയിൽ നിന്നും പൊഴിയുന്ന ഇലകൾ നിലത്ത് വീഴാതെ കാറ്റിൻ്റെ സംഗീതത്തോടൊപ്പം ദൂരേക്ക് കൊണ്ടുപോകപ്പെടുന്നു എന്നുമാണ്. ദുർഘടമായ പാതയാണ്. ജീപ്പ് പോകുന്ന വഴിയാണ്. ഈ കണ്ടീഷനിൽ ഈ പാതകളിലൂടെ ജീപ്പയിൽ പോയാലും നമ്മൾ എടുത്തിട്ട് കുലുക്കി ഒരു 2-3 ദിവസം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ ഓരോ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ സ്പോട്ടിൽ നിന്നുമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടാണ് പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കല്ല് പാകിയിരുന്ന വഴികളായിരുന്നു എന്ന് തോന്നുന്നു. മുഴുവൻ കല്ലുകളെല്ലാം ഇളകി ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ അതിനെ അതിജീവിച്ച് വേണം നടന്ന് കയറി പോകാൻ വേണ്ടി. അപ്പം കയറ്റമാണ്. ഇങ്ങനെ കുണ്ടും കുഴിയുള്ള വഴിയായതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് നടക്കാനും പറ്റുന്നില്ല.
ആദ്യമൊക്കെ രാവിലെ കയറിയവരൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇവിടെ നോക്കുമ്പോഴത്തേനും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആ ഒരു പാളികൾ, ചെറിയ ചെറിയ മേഘത്തിൻ്റെ പാളികൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഈ വഴിയിലെ ജീപ്പ് യാത്ര കാണണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ കണ്ടാൽ മതി. ജീപ്പ് എങ്ങനെയാണ് കയറി പോകുന്നതെന്നുള്ള, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് ചാടി. നമ്മളൊക്കെ ഇത് വരുന്ന കണ്ടപ്പോഴേ സൈഡിലേക്ക് മാറി നിന്നു. താഴോട്ട് പോകുന്ന യാത്രക്കാരെ പോലെ തന്നെ മാറി നിൽക്കുവാണ്. ആ ജീപ്പ് പോകുന്നിടം വരെ നമ്മൾക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ, വണ്ടിക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്കുള്ള ഭാഗം മാത്രം നമ്മൾ ട്രക്കിങ് അതുപോലെ കയറിയാൽ മതി. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഞാൻ ശരിക്കും ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയപ്പം എനിക്ക് ഓർമ്മയിൽ വന്നത് സ്വിറ്റ്സർലൻഡിലെ റിഗി മലനിരകളിലെ യാത്രയാണ്. ഞാൻ അതിനകത്ത് 2-3 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇതേപോലെ ഒരു സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ ഓൾമോസ്റ്റ് ആ മുകളിൽ വരെയും അവരുടെ കോക്വീൽ ട്രെയിൻ ചെല്ലും. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് മാത്രം കുറച്ച് ദൂരം മാത്രം നമ്മൾ ഈ കയറിയാൽ മതി. എന്നാൽ അതും നല്ല സ്മൂത്തായിട്ടുള്ള പാതയാണ്, വീതി കുറവാണ്, സ്മൂത്തായിട്ടുള്ള വണ്ടി അലവ് ചെയ്യത്തില്ല, നമ്മൾ നടന്നു കയറണം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ഈ മുകളിൽ കയറണമെങ്കിൽ ഈ ജീപ്പിൽ കയറുന്നവർക്കാണെങ്കിൽ പോലും കൂലിംഗ് ഇടപാട് തീർന്നാണേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷെ അവിടം വരെയും നമ്മൾ ഇത് അനുവദിക്കുകയാണെങ്കിൽ ഏത് ഏജിലുള്ളവർക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ഈ ഒരു മലയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മറ്റ് സ്വിറ്റ്സർലൻഡിലൊക്കെയുള്ള മലകളിലെ കാഴ്ചകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കല്ലിലൊക്കെ കയറുന്നതാണ് നമ്മൾ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ആ കല്ലിൽ നിന്നൊക്കെ ഉരുണ്ട് വീഴാനുള്ള ഒത്തിരി ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ താഴ്വരയുടെ എല്ലാ മനോഹാരിതയും ഒപ്പിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കരിങ്കല്ലിലൊക്കെ കയറി നിൽക്കണം. അപ്പോൾ ആ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാലൊന്നും വഴങ്ങത്തില്ല മുകളിൽ കയറാനൊന്നും. ഉരുണ്ട് പടച്ച് വീണ് കഴിഞ്ഞെന്നാൽ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാൻ ആളുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് പ്രായം കുറഞ്ഞവർക്കാണ് നമ്മുടെ ഇവിടുത്തെ ഈ ട്രക്കിംഗ് ഒക്കെ എപ്പോഴും അനുയോജ്യം. പക്ഷേ അതേസമയം നമ്മൾ കുറച്ചുകൂടെ ഈ ജീപ്പ് ചെല്ലുന്നിടം വരെയും നമുക്ക് വെളിയിൽ നിന്ന് വണ്ടിയൊക്കെ വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വഴി റെഡിയാക്കി ഇടുവാണെങ്കിൽ അവിടുന്ന് ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട് മുകളിലോട്ട് കയറാനുള്ള. അത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് കരുതുന്നു. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തുകയും അവിടെ വരെ റെഡിയാക്കി ഇടുന്നതിന് എന്തെങ്കിലും കയറുന്നതിന് ഒരു ടിക്കറ്റ് വെച്ചാലും നഷ്ടമില്ല. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മര്യാദയ്ക്ക് അവിടം വരെ ചെന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരം മാത്രം ഈ ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു പ്ലാറ്റ്ഫോമൊക്കെ അവിടെ ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ പിള്ളേർക്കൊക്കെയാണ് വലിയ കല്ലിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറി കാണുന്നത്. നമുക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാൽ അപ്പോൾ അത് മുകളിലോട്ടിങ്ങനെ കയറുന്ന കാണത്തക്ക ഇതിലുണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അതിനകത്ത് കയറുന്ന വീഡിയോസൊക്കെ എടുക്കാനും അവിടെ എല്ലാം കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാനും പറ്റും. എല്ലാ വർഷവും മൺസൂൺ താഴ്വരയിൽ മാന്ത്രികത നെയ്തെടുക്കുമ്പോൾ ഈ പുരാണക്കുളം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. മൺസൂൺ താഴ്വരയും ചുറ്റുമുള്ള കുന്നുകളെയും ഒരു അതിശയകരമായ കാഴ്ചയായി ചിത്രീകരിക്കുന്നു. ഇലവിഴ പൂഞ്ചിറ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം കണ്ണടിപ്പാട അല്ലെങ്കിൽ റോക്ക് മിററാണ്. ഒരു തികഞ്ഞ കണ്ണാടി പോലെ സൂര്യനെ തിളക്കമാർന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന പാറക്കെട്ടുകളുടെ ഒരു താഴ്വരയാണിത്. അതിനാൽ ഈ പേര് അതിന് ലഭിച്ചു. ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് ഒരു കല്ലെറിയൽ മാത്രം അകലെയുള്ള മറ്റൊരു ലക്ഷ്യസ്ഥാനമാണ് ഇല്ലിക്കൽ കല്ല്. നമ്മൾ അവിടെ പോയിട്ടാണ്
ഇങ്ങോട്ട് വന്ന് ഇതിനു മുമ്പിലത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്ന ഇല്ലിക്കലിലാണ്. ഇത് രണ്ടും അടുത്തടുത്തുള്ള നല്ല പൊക്കമുള്ള കുന്നുകളാണ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ എന്നിവയുൾപ്പെടെ നിരവധി ജില്ലകളുടെയും കുത്തനെയുള്ള താഴ്വരകളിൽ വ്യാപിച്ചു കിടക്കുന്ന മലങ്കര റിസർവോയറിൻ്റെയും ഒരു നേർക്കാഴ്ച ഇലവീഴ പൂഞ്ചിറയുടെ കൊടുമുടി നമ്മൾക്ക് നൽകുന്നു. പ്രകൃതിയിലൂടെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഉത്തേജകമായ ട്രക്കിങ് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഓർമ്മകൾ കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി, ഭീമാകാരമായ കുന്നുകൾ, ശുദ്ധമായ വായു, മനോഹരമായ ഭൂപ്രദേശം എന്നിവ ഇതിനെ മികച്ച ട്രക്കിംഗ് സ്ഥലമാക്കി മാറ്റുന്നു. ട്രക്കിങ്ങിന് പുറപ്പെടുമ്പോൾ നമ്മൾ കയ്യിൽ വെള്ളവും ലഘുഭക്ഷണവും കരുതുക. ഇവിടെ വരെയാണ് ഈ ജീപ്പ് കൊണ്ടിരുന്നത്. നമ്മളെ ഓഫ് റോഡ് ജീപ്പ് സർവീസ് ഇവിടം വരെയുണ്ട്. ഇതേപോലെ കല്ല് പാകിയിരുന്നാണെന്ന് തോന്നുന്നു. പക്ഷേ കല്ലെല്ലാം ഇളകി ഇപ്പം എല്ലാം ഒരു കല്ലിൽ കയറി അടുത്ത കല്ലിലേക്ക് മാറിയാണ് ഈ ജീപ്പ് യാത്രയിൽ പോകുന്നത്. അതുപോലെ തന്നെ നടന്നു പോകുന്നവർക്കും ഈ കല്ലെല്ലാം ഇളകി കിടക്കുന്നതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിക്ക് പ്രവേശനമില്ല. ഇവിടം വരെ നമുക്ക് ഈ സാധാരണ വരുന്നവരുടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യത്തക്ക രീതിയിലൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇവിടുന്ന് നമ്മളൊരു ഫീസൊക്കെ വെച്ച് അകത്തേക്ക് കയറ്റി വിടുവാണെങ്കിൽ വളരെ കയറുന്നവർക്കൊക്കെ വളരെ സൗകര്യപ്രദമാവും. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പച്ചപ്പട്ട് വിരിച്ച പോലെ ഈ മലനിരകളിലെല്ലാം മരങ്ങളും ഈ അവിടുത്തെ ചെടികളും എല്ലാം നിന്ന് മനോഹരമായ കുന്നിൻചെരുവുകളാണ്. അതിന് മേളയിൽ ഇങ്ങനെ വെള്ളിനൂൽ പോലെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഇവിടുന്ന് മുകളിലോട്ട് വണ്ടികൾക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിനൊരു പോകാതിരിക്കാനുള്ള ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വഴിയാണ് നമ്മളങ്ങോട്ട് നടന്നു പോകുന്നത്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഒരു അറിയിപ്പ് ബോർഡുണ്ട്. ഇവിടെയൊക്കെ ഈ മഴയും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും ഇതിനിടയിലുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ കല്ലൊക്കെ പാകിയിട്ടും എല്ലാം ഇളകി കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും നിറയെ തിരുവക്കാടുകളാണ്. മേഘങ്ങളിങ്ങനെ പല ലെയറായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് കയറി വന്നത്. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. ഇനിയും മുകളിലോട്ട് നടക്കാനുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ വന്നവർക്കൊക്കെ
കണ്ടു കഴിഞ്ഞിട്ട് പോകാനുള്ള സമയമായി. നല്ല മനോഹരമായ തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോൾ. കോട കയറുവാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, വെറുതെ ഇവിടെ വന്നിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ താഴെ നിന്ന് വന്ന ഭാഗമാണ് കാണുന്നത്. കോട്ടയം ജില്ലയുടെ ഒക്കെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കല്ല് ഭാഗ്യ വഴികളാണ്. ഈ ഭാഗത്തൊക്കെ കല്ല് ഇളകി കിടപ്പില്ല, വണ്ടി അലൗഡ് അല്ലാത്തതുകൊണ്ട്, വണ്ടി കയറാത്തതുകൊണ്ട് കല്ല് ഇളകി കിടപ്പില്ല. അതേസമയം നമ്മൾ താഴെ വണ്ടി വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഭാഗ്യ കല്ല് മുഴുവൻ ഇളകി മൊത്തം കിടക്കുവാണ്. ഇവിടെ നടപ്പാത മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത് ഇളകിയല്ല കിടക്കുന്നത്. പക്ഷേ എന്നാലും താഴത്തെ കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ ഭേദമാണ്. ഇവിടെ ആകപ്പാടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഈ പോലീസുകാരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സെൻ്ററാണ്. വേറെ യാതൊരു സ്ഥലവും ഇവിടെ, വേറെ ഒരു സ്ഥാപനം ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഈ പിന്നെ ഇടിയൊക്കെ ഉള്ളപ്പോഴത്തേനും ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. അങ്ങ് ദൂരെ കാണുന്ന ആ പോസ്റ്റിൻ്റെ അവിടം വരെ പോകണം ഈ വ്യൂ കാണണമെങ്കിൽ. അവിടെ ചെന്നാലാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ഈ പ്രദേശത്തെ കാണാൻ പറ്റുക. ഇടയ്ക്കൊക്കെ ആ കല്ലിലൊക്കെ കയറി നിന്നാലും നമുക്ക് നല്ല പിന്നെ ഫോട്ടോസ് വ്യൂസ് കിട്ടും. അതുതന്നെ അങ്ങേ സൈഡിലെ ആൾക്കാർ കാഴ്ചകൾ മുഴുവൻ കാണുന്നുണ്ട്. നിന്ന് ഈ നമ്മൾ കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നല്ല വ്യൂസ് കിട്ടും. അതുകൊണ്ട് ഈ പൂഞ്ചിറ എന്ന് പറഞ്ഞ് ആ ചിറയുടെ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ അവസാന ഭാഗത്ത് ആ ചിറയിന് ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ നന്നായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ ഒക്കെ സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ടീമിൽ വിട്ടവരെല്ലാം നേരത്തെ തന്നെ, ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേനും അവരിവിടം വരെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു.
പിന്നെ ആ കല്ലിൽ നിന്നുള്ള ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഇടുക്കിയിലെ വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം ഒഴുകി വന്ന് മലങ്കര ഡാമിൽ തടഞ്ഞു നിർത്തുന്ന ആ കാഴ്ചയാണ് ഈ കാണുന്നത്. മലങ്കര ഡാമിൻ്റെ പ്രദേശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇടുക്കിയിൽ നിന്ന് വിദ്യുശക്തി ഉൽപ്പാദിച്ച് കഴിഞ്ഞ് വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ നോക്കി കാണാൻ പറ്റുന്നത്. അങ്ങ് ഇടുക്കി ജില്ല മുഴുവനോളം ഏതാണ്ട് കാണാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ വന്ന ഭാഗം. വീണ്ടും നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. നമ്മളേതാണ്ട് മുകൾ ഭാഗം വരെ എത്താറായി. നമ്മൾ ആ കാണുന്ന ആ ഗേറ്റും ആ ഒരു ചെറിയ കെട്ടിടമാണ് ഈ കേരള പോലീസിൻ്റെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. നമുക്ക് നേരെ മുകളിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇടതുവശത്ത് കാണുന്നതാണ് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി നിന്ന ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പോയിന്റിൽ നിന്നാലും നമുക്ക് വളരെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഇതാണ്, ഫ്രെയിംസാണ് നമുക്ക് കാണുന്നത്. ഏത് സൈഡിലേക്ക് നിന്നാലും ഈ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ എന്തോ തുരുമ്പിടിച്ചു പോയ പണ്ടത്തെ കാലാവസ്ഥ അങ്ങനെ ഏതാണ്ട് അതിന് അനുബന്ധമായിട്ടുള്ള എന്തോ ആയിരുന്നു തോന്നുന്നു, കാലാവസ്ഥ നിരീക്ഷണമോ എന്തോ ആയിരുന്നു തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്.
ഇതാണ് മലങ്കര ഡാമിൻ്റെ ഏരിയ. മൂലമറ്റത്ത് നിന്ന് വരുന്ന വൈദ്യുതശക്തി ഉൽപ്പാദിപ്പിച്ച ശേഷം വരുന്ന വെള്ളമാണ് ഇവിടെ തടഞ്ഞു നിർത്തി ഈ കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളിമേഘങ്ങളിങ്ങനെ ഇതിനൊരു പാടയായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. മലങ്കര ഡാമിൻ്റെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയൊക്കെ അതിമനോഹരമാണ്. മേഘങ്ങൾ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. കോട വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കോട ഇല്ലാത്തപ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ കയറി നിന്നാൽ ഈ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സിൻ്റെ ഇതുവരെയായിട്ടും ബെനീസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം കണ്ടു. ഇനി നമ്മൾ താഴോട്ട് പതിയെ ഇറങ്ങുവാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു പൂഞ്ചിറ, ഇലവീഴ പൂഞ്ചിറ, ഈ മലകളിൽ നിന്നുള്ള ഒരു ചിറയുടെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളത് ആ ഭാഗത്ത് നിന്നില്ല, നേരെ ഇങ്ങി പോരുക. ഇത് അപ്പുറത്തെ സൈഡാണ്. അങ്ങോട്ട് കയറി പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തെയാണ് ഈ കാണുന്നത്. ഇവിടെയും ഈ കല്ലിൻ്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് കിട്ടും. കോട പതിയെ
മുകളിലോട്ട് കയറാൻ തുടങ്ങി. കോടയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല, കാണാൻ പറ്റത്തില്ല. ഇതാണ് ഈ കോട താഴെ നിന്ന് കയറി വരുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ മേലാത്ത പോലെ ഇത് വന്നങ്ങ് മൂടും. മുകളിലേക്ക് കയറി വരുന്നുണ്ട്. കോട വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. വെറുതെ നമ്മൾ ഇവിടെ കയറിയത് വെറുതെ ആകും. അല്ല, നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് നമുക്കെല്ലാം എല്ലാ സൈഡും നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കോട കയറി വരുന്നത്. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി പ്രകൃതിയുടെ സമൃദ്ധമായ ആലിംഗനത്തിൽ ശാന്തതയുടെ സങ്കേതമായ ഇലവീഴ പൂഞ്ചിറ കാലത്തിനും സ്ഥലത്തിനും അതീതമായ ഒരനുഭവമാണ്. തളർന്ന ആത്മാക്കളെ കേരളത്തിൻ്റെ സ്പർശിക്കാത്ത ഭൂപ്രകൃതിയുടെ ഉദാത്തമായ സൗന്ദര്യത്തിൽ മുഴുകാൻ ക്ഷണിക്കുന്നു. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന തെരുവക്കാടുകളും തെരുവയുടെ മണവും ചിലയ്ക്കുന്ന പക്ഷികളുടെ സിംഫണിയും ഈ പർദീസയ്ക്ക് മനോഹാരിത നൽകുന്നു. ഇലവീഴ പൂഞ്ചിറയുടെ എല്ലാ കോണുകളിലും വ്യാപിച്ചു കിടക്കുന്ന ശാന്തത ഈ പ്രദേശത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഇവിടെ ഈ നമ്മൾ പിന്നെ കയറുന്നതിന് മുമ്പേ തന്നെ താഴെ ഭാഗത്ത് നമുക്ക് കോട്ടയം റെസ്റ്റ് ഹൗസിലെ ജില്ലാ ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിൽ സുഖപ്രദമായ താമസ സൗകര്യം ഉണ്ട്. അത് അവൈൽ ചെയ്യുന്നവർക്ക് അവിടെ വന്ന് താമസിച്ച് ഈ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഈ മല കയറി ഒരു താമസിച്ചൊക്കെ പോകാൻ പറ്റും. നമ്മളീ കാണുന്നതാണ് ഈ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള എന്താണ്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. നമ്മളെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.